ജീവനക്കാരുടെ സമരം അവസാനിച്ചിട്ടും എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ റദ്ദാക്കുന്നു. കൊച്ചി, കരിപ്പൂർ എന്നിവിടങ്ങളിൽ നിന്നും പുറപ്പെടേണ്ട വിമാനങ്ങളാണ് റദ്ദാക്കിയിരിക്കുന്നത്. കണ്ണൂരിൽ നിന്നും 7:45 റിയാദിലേക്ക് പുറപ്പെടേണ്ട വിമാനമാണ് റദ്ദാക്കിയത്. 1:20 പുറപ്പെടേണ്ട ജിദ്ദ വിമാനം വൈകുമെന്നും അധികൃതർ അറിയിച്ചു. കൊച്ചിയിൽ നിന്നും 5 സർവീസുകളാണ് റദ്ദാക്കിയത്. ബഹ്റിൻ, ദമാം, ഹൈദരാബാദ്, ബംഗളൂരു, കൽക്കട്ട സർവീസുകളാണ് റദ്ദാക്കിയിരിക്കുന്നത്. യാത്രക്കാരെയെല്ലാം വിവരം നേരത്തെ അറിയിച്ചിരുന്നുവെന്നാണ് എയർ ഇന്ത്യ അധികൃതർ പറയുന്നത്. കരിപ്പൂരിൽ നിന്നുള്ള ഒരു സർവീസ് റദ്ദാക്കി. 8:25 പുറപ്പെടേണ്ട ദുബായ് വിമാനമാണ് റദ്ദാക്കിയത്. ജീവനക്കാരുടെ സമരം ഒത്തുതീർപ്പായെങ്കിലും പ്രതിസന്ധി ഇപ്പോഴും തുടരുകയാണ്. ചൊവ്വാഴ്ചയോടെ മാത്രമേ സർവീസുകൾ പൂർണ്ണമായ രീതിയിലേക്ക് മടങ്ങി വരികയുള്ളൂവെന്നാണ് കമ്പനി അധികൃതർ അറിയിക്കുന്നത്. നേരത്തെ റദ്ദായ വിമാനങ്ങളിൽ യാത്ര ചെയ്യേണ്ടിയിരുന്നവർക്കാണ് ഇന്നത്തെ മസ്കറ്റ് സർവീസിൽ ടിക്കറ്റ് നൽകിയിരുന്നത്. ഈ വിമാനവും റദ്ദായതായി യാത്രയ്ക്ക് പുറപ്പെടുന്നതിന് തൊട്ടു മുൻപാണ് അറിയുന്നത്. ഇത് യാത്രക്കാർക്ക് വലിയ പ്രയാസം സൃഷ്ടിച്ചു. മുടങ്ങിയ യാത്രയ്ക്ക് പകരം മറ്റേതെങ്കിലും ദിവസത്തേക്ക് ടിക്കറ്റ് അപ്ഡേറ്റ് ചെയ്ത് നൽകുമോ എന്ന് അന്വേഷിച്ചുവെങ്കിലും റീഫണ്ട് നൽകാമെന്നാണ് കമ്പനിയുടെ നിലപാടെന്നും യാത്രക്കാർ പറയുന്നുണ്ട്. ഇത് യാത്രാ ചിലവ് ഏറെ വർദ്ധിപ്പിക്കും. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ പ്രതിസന്ധിയുടെ സാഹചര്യത്തിൽ മറ്റു വിമാന കമ്പനികൾ വലിയ തോതിൽ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ടിക്കറ്റ് ലഭിക്കാനും വലിയ പ്രയാസമാണുള്ളത്. അതേസമയം കഴിഞ്ഞ 4 ദിവസത്തിനിടെ 30-ലധികം സർവീസുകളാണ് കണ്ണൂരിൽ നിന്ന് മാത്രം മുടങ്ങിയത്. ഇതുമൂലമുണ്ടാകുന്ന വരുമാന നഷ്ടം പ്രതിസന്ധി നേരിടുന്ന കണ്ണൂർ വിമാനത്താവളത്തെ സംബന്ധിച്ച് വലിയ തിരിച്ചടി തന്നെയാണ്. കേന്ദ്രം പോയിന്റ് ഓഫ് കോൾ പദവി അനുവദിക്കാത്തതിനാൽ കണ്ണൂരിൽ നിന്നും വിദേശ വിമാന കമ്പനികൾ സർവീസ് നടത്തുന്നില്ല. എയർ ഇന്ത്യ എക്സ്പ്രസും ഇൻഡിഗോയുടെ ഒരു സർവീസും മാത്രമാണ് കണ്ണൂരിൽ നിന്നുമുള്ളത്. ജീവനക്കാർ ജോലിയിൽ മടങ്ങിയെത്തി തുടങ്ങിയെങ്കിലും ക്യാബിൻ ക്രൂവിന് ജോലി പുനരാരംഭിക്കാൻ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിക്കേണ്ടതുണ്ട്. ഇത് സംബന്ധിച്ച നടപടിക്രമങ്ങൾ കാരണം പലർക്കും സർവീസിലേക്ക് പ്രവേശിക്കാൻ സാധിച്ചിട്ടില്ല. ഡൽഹിയിൽ ചീഫ് ലേബർ കമ്മീഷണറുടെ സാന്നിധ്യത്തിൽ ജീവനക്കാരുടെ സംഘടനയും എയർ ഇന്ത്യ പ്രതിനിധികളും നടത്തിയ ചർച്ചയിലായിരുന്നു കഴിഞ്ഞ ദിവസം സമരം റദ്ദായത്. ധാരണാപ്രകാരം 30 ജീവനക്കാരെ പിരിച്ചുവിട്ടതും റദ്ദാക്കിയിരുന്നു. കേരളത്തിലെ വിമാനത്താവളങ്ങളിൽ നിന്നും സർവീസ് നടത്തുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങളായിരുന്നു കൂട്ടത്തോടെ റദ്ദാക്കിയത്. മുന്നറിയിപ്പില്ലാതെ വിമാനങ്ങൾ റദ്ദാക്കിയതോടെ നൂറുകണക്കിന് യാത്രക്കാർ കണ്ണൂർ, നെടുമ്പാശ്ശേരി, തിരുവനന്തപുരം വിമാനത്താവളങ്ങളിൽ കുടുങ്ങി. കണ്ണൂരിൽ നിന്നും പുറപ്പെടേണ്ട വിമാനങ്ങളാണ് ആദ്യം റദ്ദാക്കിയത്. അബുദാബി, ഷാർജ, മസ്കറ്റ് എന്നിവിടങ്ങളിലേക്കായി പോകേണ്ട 3 വിമാനങ്ങളുടെ സർവീസും റദ്ദാക്കുകയായിരുന്നു. കണ്ണൂരിന് പിന്നാലെ നെടുമ്പാശ്ശേരിയിൽ നിന്നും പുറപ്പെടേണ്ട 4 വിമാനങ്ങളുടെ സർവീസും റദ്ദാക്കി. നെടുമ്പാശ്ശേരിയിൽ നിന്നും ഷാർജ, മസ്കറ്റ്, ബഹ്റൈൻ, ദമാം എന്നിവിടങ്ങളിലേക്ക് പുറപ്പെടേണ്ട വിമാനങ്ങളാണ് അവസാന നിമിഷം റദ്ദാക്കിയത്.